കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈവേയിൽ വളാഞ്ചേരിക്കടുത്ത് കണ്ട സംഭവമാണ്. ആനപ്രശ്നങ്ങൾ കാരണം കർണാടകയിലേക്ക് വരെ ഇതുപോലത്തെ ഉണ്ടാക്കിയ ആനകളെ കൊണ്ടുവന്നിട്ടുണ്ടോ. സംഭവം എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കില്ലേ. ഇതുപോലത്തെ ഒരു വ്യത്യസ്ത ആശയമാണ് പപ്പടം ഇങ്ങനെ പാക്കിന്റെ ബ്രാൻഡ് ആക്കി ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതാ ട്രസ്റ്റ് എന്ന് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് പപ്പടം നിങ്ങൾ കണ്ടോ? ഇതൊരു സാധാ പപ്പടം അല്ല. ഇതിനുള്ളിൽ ഒരു QR കോഡ് ഉണ്ട്. ഈ QR കോഡ് നിങ്ങൾ വാങ്ങി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിട്ട് ദിവസം തോറും തവ കൊടുക്കുന്നത്, മാസം തോറും സൈക്കിളും വാഷിംഗ് മെഷീനും, 2 മാസം കൂടുമ്പോൾ ഓരോ റെസിഡൻസിനും 5 ഉണ്ടാവും, 3 മാസം കൂടുമ്പോൾ ഓരോ സ്കൂട്ടി കൊടുക്കുന്നത് അങ്ങനത്തെ 5 ഉണ്ടാവും. ആൻഡ് ഫൈനലി ബമ്പർ പ്രൈസ് ഉണ്ടാവും. കിരാന സ്റ്റോർ ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ സ്റ്റോറും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഡ്രസ്സിന്റെ പാക്കറ്റ് വാങ്ങാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡ്രസ്സിന്റെ സൈറ്റിൽ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പൊ ഐറ്റം എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ട്രൈ സ്പീക്കർ കുറച്ച് വലുതാണ്. ഒരാൾ കയറിയിട്ടോ ഒരാളെ കയറിയിട്ടോ ഞാൻ കയറണം. ഇല്ല നമുക്ക് ഇവിടെ നിന്നാൽ മതി. കുട്ടികളൊന്നും പറയാൻ പാടില്ലേ. എന്നോട് പറയുന്നു അസ്മാബി പോയതല്ല, അസ്സലാമലൈക്കും എന്നാണ്. വാലൈക്കും അസ്സലാം. 24 പൈസ കൊടുക്കലൊന്നുമില്ല. അതല്ലേ മറിയാതെ രാവിലെ തന്നെ തുടങ്ങിക്കണടി. എന്ത് പപ്പടം തിന്നാലൊക്കെ സമ്മാനം കിട്ടുന്നത് പേപ്പറിനോളാം. ഞാൻ വായിച്ചത് പറഞ്ഞാൽ പടച്ച തമ്പുരാനെ നീർക്കോലി ട്രസ്റ്റാ പപ്പടത്തിന്റെ പേപ്പറാണ്. കഷ്ടപ്പെടുന്നവരെ പേപ്പറോ? കഷ്ടപ്പെടുന്നവരുടെ പേപ്പറല്ല, ട്രസ്റ്റാ പപ്പടം നടക്കേണ്ടത്. പുതിയത് ഇറങ്ങിയതാണ് പപ്പടം. അതിന്റെ ടേസ്റ്റ് ആണ് തിന്നാൻ. അത് മാത്രല്ല ദിവസം ദിവസം ഒരു സമ്മാനം ഒരു തവ കൊടുക്കുന്നുണ്ട്. ദിവസം ഉമ്മാന്റെ തല കൊടുക്കേ പാപ്പാന്റെ തല കൊടുക്കും. നീർക്കോലി എങ്ങനെയാണെങ്കിൽ ഈ പപ്പടം എല്ലാവരും വാങ്ങും. എല്ലാ മാസവും സൈക്കിളും വാഷിംഗ് മെഷീനും കൊടുക്കും. എല്ലാ സൈക്കിളും വാഷിംഗ് മെഷീനും സൈക്കിളല്ലേ വാഷിംഗ് മെഷീനുണ്ട്. ജഡ്ജിക്കാക്കല്ലേ പണി. അങ്ങനെ നീ വർത്താനം ഞങ്ങൾക്ക് ചെറിയ അവസാനം കേൾക്കുന്നില്ല. 3 മാസം കൂടുമ്പോ സ്കൂട്ടി, 3 മാസം കൂടുമ്പോ ഊട്ടിക്കൊണ്ടു. ഈ പേര് മഴ ഊട്ടിക്കോടെ ചെവി കേൾക്കൊണ്ടിട്ടുണ്ടായി കേട്ടോ. ഒരു ടയോട്ടന്റെ ഗ്ലാൻസിന്റെ ബമ്പർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് പീസോ. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് 100% ഉയർമാവിന് പരിശുദ്ധിയോട് കൂടി ഉണ്ടാക്കുന്ന ഒരു പപ്പടത്തെ കുറിച്ചാണ്. അതാണ് ട്രസ്റ്റാ പപ്പടം. ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ഷൻ പാക്കിംഗ് ആണ്. അത് മാത്രമല്ല ഒരു 1.5 ടേസ്റ്റും. ഞങ്ങൾ ട്രസ്റ്റാ പപ്പടത്തിന്റെ എല്ലാ പാക്കിനകത്തും ഒരു QR കോഡ് കൂപ്പൺ ഉണ്ട്. അപ്പൊ അതിൽ സമ്മാനമായിട്ട് കൊടുക്കാൻ പോണത് എല്ലാ ദിവസവും തവ, മാസം തോറും സൈക്കിള്, വാഷിംഗ് മെഷീൻ, 2 മാസം കൂടുമ്പോ ഫ്രിഡ്ജ്, 3 മാസം കൂടുമ്പോ സ്കൂട്ടി, ബമ്പർ സമ്മാനമായിട്ട് ഒരു കൊടുക്കാൻ പോകുന്നത് ടയോട്ടന്റെ ഗ്ലാസ്. അപ്പൊ നമ്മളാ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഒന്നും നോക്കണ്ട, നിങ്ങൾ അടുത്തുള്ള എല്ലാ ഷോപ്പിലും ഉണ്ട് കേട്ടോ. ചോദിച്ചു വാങ്ങിക്കോളി ട്രസ്റ്റാ പപ്പടം.
ഇങ്ങനെ വെറുതെ അങ്ങനെ ആക്കിയ എപ്പോ സ്റ്റാർട്ടായത് ആരും കാണുന്നില്ലേ ആരും കാണുന്നില്ല. ഇത് വാട്സപ്പ് ചാനലിലൊക്കെ ഏതാണ് സ്ഥലം ഇവിടെ എടുത്ത് നോക്കി നോക്ക്. ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ടില്ലല്ലോ. ഞാൻ കാണണോ ഇവിടെ ഉണ്ടോ ഞാൻ കാണുന്നു. സെലക്ട് ചെയ്യാൻ എവിടെയാണ് ഇതില്ലേ സെലക്ട് നല്ല പാർട്ടിയാണ്. ഇജ്ജെപ്പളാ എന്ന് വരിക? അതാ കുറെ പിന്നെ ലൈറ്റ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായ വാണിജ്യ രംഗത്ത് എലത്തൂർ പ്രദേശത്ത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ, ഇതിനിടയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം ചുരുങ്ങിയ കാലയളവിൽ കേരളത്തിലെ 14 ജില്ലകളിൽ പ്രസ്ഥാനത്തിന്റെ ആദ്യ സംരംഭമായ പപ്പടം ഇന്ന് എവിടെയും കേവലം 40,000-ഓളം പ്രസ്ഥാനത്തിന്റെ പപ്പടം ഇന്ന് രുചിച്ചു നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പുതിയ പുതിയ സംരംഭങ്ങൾ വരും കാലങ്ങളിൽ ഇതിന്റെ ഡയറക്ടർ ബോർഡും തുടങ്ങുന്ന ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പുതിയ സംരംഭവുമായി രംഗത്ത് വരും.
അതിന്റെ ആദ്യ സംരംഭമായ പപ്പടം, അതിലൊരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മാന പദ്ധതികളുണ്ട്. ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മോട്ടോർ സൈക്കിൾ, അതുപോലെ സൈക്കിൾ, അതിന്റെ ബമ്പർ നമ്പറായ ഒരു കാർ ഈ കാലയളവിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഈ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് സമ്മാനമായി. അതിന്റെ ആദ്യ ഉദ്ഘാടനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും നമ്മുടെ പ്രിയപ്പെട്ട 11ാം വാർഡ് മെമ്പർ അംഷാ സാഹിബിന്റെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിന്റെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ സമാധാനായ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബഷീറിന്റെയും അതുപോലെ പ്രസ്താഫത്തിന്റെ മാനേജ്മെന്റിന്റെയും സാന്നിധ്യത്തിൽ അതിലുപരി നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായത്താലും സഹകരണത്താലും നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് നറുക്കെടുക്കുകയാണ്. ആദ്യം നറുക്കെടുക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമാധാനായ വൈസ് പ്രസിഡന്റ് ബഷീർ കൈപ്രമാണ്. അദ്ദേഹത്തെ ഈ നറുക്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയുമാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ ഉപഭോക്താക്കളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയും പ്രിയപ്പെട്ട കാരണവന്മാരുടെയും പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിന്റെ ആദ്യ നറുക്കെടുപ്പിന് വേണ്ടി പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബഷീറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. നറുക്കെടുക്കുന്നത് നമ്മുടെ പുറത്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്നതാണ്. പ്രിയപ്പെട്ട മാന്യ ഉപഭോക്താക്കൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റിപ്പോർട്ട് കാണുന്നത് ഇത് രജിസ്റ്റർ ചെയ്യുന്ന റിപ്പോർട്ടാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ മൂവ്മെന്റ് വരെയുള്ള എല്ലാതും ഡാറ്റാസ് ഇനിയിപ്പോ ഈ സമയം നമ്മൾ ഞെക്കുന്നതിന് മുമ്പേ ഒരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിലും അത് ആഡ് ആവും. അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന്റെ അല്ല ഇതില് ഇത് കാണണം, സ്ക്രീന് കാണണം. ഈ സൈഡിൽ ചെയർ മാറ്റിട്ടേ ചെയ്യട്ടെ. ഞാൻ ചെയ്യാൻ മോഡൽ മാത്രം ഇങ്ങനെ അതില് നമ്മുടെ ഒന്ന് കാണിച്ചു നിലവിൽ രജിസ്റ്റർ ചെയ്യുന്നത് ലക്കി ഡ്രോ എക്സിറ്റ് ആയി ഹോമിൽ പോയിട്ട് ലക്കി ഡ്രോ സെലക്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പ്രൈസ് വരുന്നത് തവയാണ്. എവരിഡേയുള്ള തവ എഴുതി നമ്മൾ സെക്യൂരിറ്റി കോഡ് ഉണ്ട് നിങ്ങൾ അടിച്ച ആളിങ്ങോട്ട് വരും സ്ക്രീനിലാണ്. അങ്ങനെ മാത്രമേ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ട് അപ്പൊ ഒരു ഓപ്ഷൻ വരും, അതിൽ യെസ് കൊടുക്കാം. മുഹമ്മദ് മുസ്തഫ വീട്ടി ചെറുപ്പശ്ശേരി. മുഹമ്മദ് മുസ്തഫ ചെറുപ്പശ്ശേരി. മൊബൈൽ നമ്പർ 8075142882. ദിവസം നടക്കണ്ട്. ഞാൻ തവ മാറിയിട്ട് അടുത്ത ഓരോ വരുമ്പോഴേ അടുത്തൊരു മെയിൻ സംഭവമായിട്ട് കഴിക്കും. അങ്ങനെ ഓരോ ഡേറ്റ് നോക്കി അടിക്കണം. അവിടെ കാണുന്നുണ്ട്. നമ്പർക്ക് ഒന്ന് വിളിക്കണ്ടേ?
പിന്നെ നിങ്ങളെ വിളിക്കും. അല്ലല്ല നിങ്ങൾ വിളിക്കും. ആ നമ്പർ അല്ല മുപ്പരേനാ പറയുന്നത്. ജസ്റ്റ് ആ മൈക്കേലൊന്ന് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാണ്. ഇത് റെക്കോർഡ് ചെയ്യാണ്. ഇപ്പോൾ ലൈവ് വിഷയം നിൽക്കുകയാണ്. ഹലോ എത്തിക്കും, നമ്മളെത്തിക്കും. ആ എന്നാ പിന്നെ വിളിക്കാം. ആള് ഫോൺ എടുക്കണില്ലല്ലേ? ആ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഹലോ, ആ മുഹമ്മദ് മുസ്തഫ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ട്രസ്റ്റഡ് ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നേ. അന്ന് നിങ്ങൾ പപ്പടം വാങ്ങിയെന്നല്ലോ ചെറുപ്പശ്ശേരി. അപ്പോൾ നിങ്ങൾക്കാണ് അതിലെ ആദ്യ സമ്മാനം. ആദ്യ സമ്മാനം തവയുടെ സമ്മാനം നിങ്ങൾക്കാണ്. നിലവിലിപ്പോ തുടർച്ചയായി ഇനി നറുക്കെടുപ്പ് ഉണ്ടാവും. അതിലിപ്പോ ഫസ്റ്റത്തെ നറുക്കെടുപ്പ് ആദ്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ സാധനം സമ്മാനം സമ്മാനിക്കുന്നതാണ് കേട്ടോ. എത്തിച്ചേരും. ഞാൻ ഇവർക്ക് കൊടുക്കാം. ഹലോ, നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിച്ചിരുന്നത്? ആനമങ്ങാടുന്നല്ലേ? ഓക്കെ 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 ഓക്കെ. അത് നോക്കിയിട്ട് ആ ഷോപ്പിന്റെ പേരൊന്ന് പറയണേ. ആ പുറത്ത് ഈ നമ്പറിൽ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഈ ഓർത്തിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓർമ്മ കിട്ടുമ്പോൾ. തരണത് അങ്ങനെ ആശംസ അർപ്പിക്കുന്നതിന്റെ വിശിഷ്ടാതിഥിയായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കൃഷി സാധനങ്ങളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിലാണ് നമ്മൾ സന്ദർശിക്കുന്നത്. പപ്പടം ഇന്ന് കേരളത്തിലെ മുഴുവൻ വ്യാപാര മേഖലയിലും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വില നിലവാരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പടം എല്ലാ ഉപഭോക്താക്കൾക്കും എത്തിക്കുന്ന ഈ ഒരു പദ്ധതിക്ക് ഇടത്തൂര് കേന്ദ്രീകരിച്ച് തുടർച്ചിരിക്കുകയാണ്. ഇടത്തൂര് എന്ന് പറയുന്നത് വ്യാപാര രംഗത്ത് വലിയ ഇടപെടലുകളും സാന്നിധ്യവും ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാവരും ഇടത്തൂരിലെ വ്യാപാര മേഖലയിൽ നിന്ന് ആവശ്യമായ വസ്തുക്കൾ വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും 14 ജില്ലകളിലും നല്ല ക്വാളിറ്റിയിലുള്ള പപ്പടം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ങുന്നവർക്ക് വലിയ സമ്മാനമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നറുക്കെടുപ്പാണ് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇടത്തൂരിലെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആനമാങ്ങാട്ടെ നിന്നും പപ്പടം വാങ്ങാനാണ് ആദ്യ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനിയുള്ള ഓരോ ദിവസവും ഇത്തരം സമ്മാനങ്ങൾ നൽകാൻ പപ്പടത്തിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ നറുക്കെടുപ്പ് ഓൺലൈനിൽ വളരെ സുതാര്യമായ രീതിയിൽ എല്ലാവർക്കും കാണാവുന്ന നിലയിൽ വിജയീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പപ്പടം നമ്മുടെ പ്രദേശത്തിന്റെ അഭിമാനമായി വളരട്ടെ എന്ന് അർത്ഥമായി ആശംസിക്കുകയാണ്. ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ പപ്പടത്തിന്റെ മാനേജ്മെന്റിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PT മോഹൻ സാഹിബിനെ ആദരവ് ക്ഷണിച്ചു. ഏറെ ബഹുമാന്യനായ പ്രിയപ്പെട്ട സുഹൃത്ത്
ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് റഷീദ്, പ്രിയപ്പെട്ട സഹോദരൻ, ഈ വാർഡിലെ മെമ്പർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, വളരെ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നാം പങ്കുചേരുന്നത്. വ്യാപാര വ്യവസായ രംഗത്ത് രുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിളത്തൂർ എന്ന പട്ടണത്തിൽ ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പപ്പടം ഉപഭോക്താക്കൾക്ക് നല്ല ആകർഷകരമായ സമ്മാനങ്ങളോടുകൂടി ഏകദേശം 1 വർഷത്തോളം നീണ്ടു നിൽക്കുകയാണ്. പിന്നെ ഈ ചടങ്ങിലും പപ്പടം കേരളത്തിലും വലിയ ഒരു സംരംഭമായി വിജയിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. 11ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട മുസാ സാഹിബ് പ്രദർശിച്ചു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. സമയം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടിന് പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഒരു നാടിന്റെ സംരംഭം പപ്പടം, നമുക്കറിയാം അത് പുതിയ രുചിയോടെയും അതിന്റെ ഭാവത്തോടെയും കൂടിയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് പങ്കുവെക്കാനുള്ളത്, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു പക്ഷേ പപ്പടം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അജ്മി പുട്ടുപടി ഇന്ന് ലോകത്ത് എമ്പാടും പടർന്നു പന്തലിച്ച ഒരു സംഭവമാണ്. അന്നൊക്കെ നമ്മൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല, അതൊരു പുട്ടുപടി ഉണ്ട്. പക്ഷെ ഇന്ന് അജ്മി പുട്ടുപടി ഉപയോഗിക്കാത്ത വീടുകളില്ല. അതുപോലെ നമ്മുടെ നാടിന്റെ ഒരു പുതിയ സംരംഭമായ ട്രസ്റ്റ പപ്പടം ഇനി വരുന്ന കാലങ്ങളിൽ വെളുത്തൂരിൽ നമ്മുടെ ട്രസ്റ്റയുടെ നാട്ടുകാരില്ലേ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറും. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ ഒരു പപ്പടത്തിന് ഇതിന്റെ വിപണിയെ ആകർഷിക്കുവാനും വാങ്ങൽ ശേഷിയെ വർദ്ധിപ്പിക്കുവാനും ഉതകുന്ന രൂപത്തിൽ ഇതിന്റെ നമ്മുടെ മാനേജ്മെന്റ് വലിയ ഒരു സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് മുതൽ 14 ജില്ലകളിൽ അത് വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ആളുകൾക്ക് ഇതിന്റെ സമ്മാന പദ്ധതി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതാണെങ്കിലും ഒരു ചെറിയ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ നാടിൽ നിന്നും വലുതായി പടർന്ന് പന്തലിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രസ്റ്റ പപ്പടം പടർന്ന് ആളുകളിലേക്ക് എത്തട്ടെ. അതിന്റെ രുചിയും സന്തോഷവും എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ട്രസ്റ്റ പപ്പടത്തിന് ഒരുപാട് അഭിവൃദ്ധി പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അടുത്തതായി പ്രിയപ്പെട്ട 9ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ദാസനാണ് ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോലെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ, എന്റെ സഹപ്രവർത്തനായിട്ടുള്ള മെമ്പർ, ഇവിടെ കൂടിയിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കൾ, നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. ഇതിനെക്കുറിച്ച് ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മുടെ വിളത്തൂർ എന്ന ഗ്രാമത്തെ ഇന്ന് കാണുന്ന ഈ ഉന്നതിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ തലമുറയിലുള്ള ഈ വ്യാപാരി സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നാൽ വിവിധങ്ങളായ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ഗ്രാമാന്തരങ്ങളിലൂടെയൊക്കെ എത്തി നമ്മുടെ നാടിന്റെ പ്രശസ്തി വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പപ്പടം എന്ന നിലയ്ക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത വിഭവങ്ങളിലൊന്നായി മാറിയ പപ്പടം നമ്മുടെ വിളത്തൂരിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് പപ്പടം കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇത് കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി. അടുത്തതായി പ്രിയപ്പെട്ട മനാഫ് സാഹിബ് ആശംസിച്ചു. മണ്ണിൽ
എന്നുള്ളൊരു പേര് ഒരു സംരംഭം തുടങ്ങി. അതിന് എല്ലാവിധ ആശംസകളും ചെയ്യുകയാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തീന്മേശയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ് പപ്പടം. വെളുപ്പിന്റെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങി കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ നമുക്കത് വ്യാപിച്ച് അതിന്റെ പ്രശംസ നമ്മുടെ മലയാളികൾ അതിന്റെ രുചിവൈഭവം മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലും മുന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ എല്ലാ അണിയർ ശില്പികൾക്കും ബാക്കി ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നായ എന്ന പപ്പടം ലോക വിപണി കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട എസ്കെയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട ദിലീപ് കോളമ്പുറത്തിന് ആദരവ് ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കെ റഷീദ് സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ പി ടി മുഹമ്മദ് സാഹിബ്, മെമ്പർമാരായ ഹംസ സാഹിബ്, രാംദാസ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കുറഞ്ഞ കാലം കൊണ്ട്, സമയം കൊണ്ട്, ഏകദേശം 1.5 മാസം കൊണ്ട് തുടങ്ങി വെച്ച ഈ ഒരു പ്രൊഡക്റ്റ് ഭാവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഉച്ചവരെയും കേരളത്തിന്റെ 13 ജില്ലകളിൽ സെയിലായതാണ്. ഒരു കഴിഞ്ഞ മണിക്കൂറുകളിൽ 14 ഡിസ്ട്രിക്റ്റിലും ഭാവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഒരു പപ്പടം നമുക്കറിയാം, കേരളത്തിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സുലഭമായി കിട്ടുന്ന സാധനമാണെങ്കിലും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വിപണിയിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരുകൾ നമുക്ക് കിട്ടുന്ന ഐറ്റമാണെങ്കിലും എക്സ്പോർട്ട് ക്വാളിറ്റിയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ, പിന്നെ ഈ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്ന നിമിഷം വരെയും ആളുകൾ, ഇതിൽ വാങ്ങിച്ച ആളുകൾ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ നറുക്കെടുപ്പ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇനി വരുന്ന 365 ദിവസം, ഒരു വർഷവും നീണ്ടു നിൽക്കുന്ന ഈ നറുക്കെടുപ്പ് നാളെ മുതൽ എല്ലാ ദിവസവും അതിന്റെ നറുക്കെടുപ്പ് തുടരുകയാണ്. അപ്പൊ അതിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ 10-12,000 ആളുകൾ കഴിഞ്ഞ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റ് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രൊഡക്റ്റുമായി ട്രസ്റ്റ് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഒരു സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ മാന്യ വിശ്വ വ്യക്തികൾക്കും, ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിശ്വ വ്യക്തികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.